ഒരു മാസത്തോളം നീണ്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ന് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്താനെത്തുന്നത്. എങ്ങനെയാണ് LDFിൻ്റെ പ്രതീക്ഷ? LDF ഏറ്റവും മികച്ച വിജയം ജില്ലയിൽ നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് പ്രതികരിച്ചിട്ടുള്ളത്. കാരണം കേരളത്തിൽ സർക്കാർ നടത്തിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അതിനു പുറമെ തദ്ദേശ സ്ഥാപനങ്ങൾ എന്ന നിലയിൽ കാസർഗോഡ് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഉൽപ്പാദന സേവന പശ്ചാത്തല മേഖലകളിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണനിർവഹണം നടത്തുന്ന നമ്മുടെ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകൾ, എല്ലാ പഞ്ചായത്തുകളും നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും നടപ്പിലാക്കിക്കൊണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുള്ള ഒട്ടേറെ അവാർഡുകൾ കരസ്ഥമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വികസനത്തെ മുൻനിർത്തിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷം വോട്ടർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വിസ്മയകരമായ വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് കേരളം മുന്നോട്ട് കുതിക്കുന്നത്. 25 വർഷത്തിനും അപ്പുറത്തുള്ള കേരളത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വിജ്ഞാന സമൂഹ സൃഷ്ടിക്കായുള്ള അതിശക്തമായിട്ടുള്ള ഇടപെടലാണ് നവകേരള സൃഷ്ടിയിലൂടെ ഗവൺമെൻറ് വിഭാവനം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് കോടികളുടെ വികസന പ്രവർത്തനങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ആവശ്യമായ റോഡുകൾ, പാലം, അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടം, ആശുപത്രി കെട്ടിടം, അങ്ങനെ എല്ലാ തലത്തിലും അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്താൻ ഈ കാലയളവിൽ കഴിഞ്ഞു. ഒപ്പം ആരോഗ്യ മേഖലയിലെല്ലാം തന്നെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ഈ അധ്യയന വർഷമാണ്. അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികളുടെ സൗകര്യം വിപുലപ്പെടുത്തി, എല്ലാ ആശുപത്രികളുടെയും സൗകര്യം വിപുലപ്പെടുത്തി. അങ്ങനെ ആരോഗ്യ മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള മുന്നേറ്റം ജില്ലയിൽ കൈവരിച്ചിട്ടുണ്ട്. അങ്ങനെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ പെൻഷൻ പരിഷ്കരണം 2000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്വാഡുകളിൽ പോയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് അനുഭവപ്പെട്ടത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി എല്ലാ ജനങ്ങളുടെയും ഈ സർക്കാരിനുള്ള അംഗീകാരമായിരുന്നു. ഇടതുപക്ഷം തന്നെ തുടർഭരണം തന്നെ കേരളത്തിൽ വേണമെന്ന പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ ഇതിന് പ്രയോജനപ്പെടും. ഇതിനെല്ലാം പുറമെ ഇതര ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി കാസർഗോഡ് ജില്ലയ്ക്ക് ചില സവിശേഷതകളുണ്ട്. അത് ഭാഷാ സംഗമ ഭൂമി എന്നുള്ളതാണ്. 7ഓളം ഭാഷകൾ സംസാരിക്കുന്നൊരു ജനതയാണ് ഇവിടെയുള്ളത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അപകടകരമായ രീതിയിൽ നമ്മുടെ ഇടതുകരുത്തിൻ്റെ നാടായതുകൊണ്ട് മാത്രമാണ് ഇത്തരം വർഗീയ അസ്വാസ്ഥ്യങ്ങൾ കാസർഗോഡ് ജില്ലയിൽ വളർന്ന് വരാത്തത്. അപ്പോൾ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയും അതേ തുടർന്നുണ്ടാകുന്ന വർഗീയ അസ്വാസ്ഥ്യങ്ങളും വർഗീയ കലാപങ്ങളുമൊന്നും ഈ കാസർഗോഡ് ജില്ലയിലെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതുണ്ട്. അതുകൊണ്ടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതേതര രാഷ്ട്രീയം, മതേതര മനസ്സ് ശക്തിപ്പെടുത്തുന്നതിന് സഹായകമായ രീതിയിൽ ഒരു മനോഭാവത്തിലാണ് കേരളത്തിലെ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ വോട്ടർമാർ. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് LDF ആണ് ഭരിച്ചത്. ജില്ലാ പഞ്ചായത്ത് കൂടുതൽ സീറ്റോടുകൂടി നിലനിർത്തും. 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇടതുപക്ഷ ഭരണത്തിനാണുള്ളത്. 4 ബ്ലോക്ക് പഞ്ചായത്തുകൾ നിലനിർത്തും. ഒപ്പം മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ശക്തമായ മുന്നേറ്റം ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലും പുതിയ ഡിവിഷനുകളിൽ LDF ജയിച്ചു കയറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മുനിസിപ്പാലിറ്റികളിൽ 3 മുനിസിപ്പാലിറ്റികളാണുള്ളത്. കാഞ്ഞങ്ങാട് നഗരസഭയും നീലേശ്വരം നഗരസഭയും ഭരണം നിലനിർത്തും. അങ്ങനെ കൂടുതൽ സീറ്റുകൾ കൂടുതൽ പഞ്ചായത്തുകളും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളും ഇടതിനെ ജനങ്ങൾ വിശ്വാസപൂർവ്വം ഏൽപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടതു മുന്നണിയെ സഹായിക്കാൻ എല്ലാ പ്രബുദ്ധരായ വോട്ടർമാരെയോടും അഭ്യർത്ഥിക്കുന്നു.